ഈ ലോകത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രീതിയിൽ നിൽക്കുന്ന പലരെയും ന്യായം വിധിക്കാനും ശിക്ഷിക്കാനും വരും. സകലമായ വൃത്തികളിൽ ഇവന്മാർ ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം യേശുവാണ് എന്നിൽ നിന്ന് ചെയ്യിക്കുന്ന രീതിയിൽ അവർ തെറ്റിദ്ധരിച്ച് ഇതിൻ്റെയൊക്കെ പുറകെ പോവുകയും ചെയ്യും. ജനങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ട് തെറ്റിദ്ധരിച്ച് അതിൻ്റെ പുറകെ പോകും. ഇങ്ങനെ യേശുവിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ്. എന്താണോ യേശു പറഞ്ഞത് അതിന് വിരുദ്ധമായി യേശുവിനെ കൊല്ലാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തടി കുരിശും ആരാധിച്ച് കണ്ട പ്രതിമകളെ ആരാധിച്ച് മനുഷ്യരെ തെറ്റിക്കുന്ന ഈ കൂട്ടരെ നശിപ്പിച്ച് കളയും. അതിന് യേശു തന്നെ തിരിച്ചു വരും എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. കൂടെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് പണ്ട കാലത്ത് തുടങ്ങി വെച്ചതാണ് ഈ തീവ്രവാദ ഗ്രൂപ്പ്. അതാണ് യേശുവിനെ കാത്ത് പല ഗ്രൂപ്പുകൾ യേശുവിനെ കാത്ത് ഇപ്പോഴും ആ ഗ്രൂപ്പ് തലമുറയായിട്ട് കാത്തിരിക്കുന്നു. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന ആ യുദ്ധം ചെയ്യുന്ന പോരാളികളായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരുടെ നിഷ്കളങ്കമായ മനസ്സ്. കൽക്കി യേശു നബി രണ്ടാമത് വീണ്ടും വരും എന്ന് പറയുന്നുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഈ തിന്മ പെരുകുമ്പോൾ എല്ലാ മതത്തിലും അങ്ങനെയാണ് പറയണത്. ഇപ്പം ബൈബിളാണെങ്കിലും ഖുറാനിലാണെങ്കിലും തിന്മയുടെ ഒരു ലെവലെത്തുമ്പം ശരിക്കും ആ ദൈവം, ആ സൃഷ്ടാവായ ദൈവം ഭൂമിയിൽ ഇങ്ങനെ ഒരു പ്രവാചകനെ വിടുമെന്ന് ഈസാ നബി അന്ന് വന്ന യേശു അല്ലെങ്കിൽ ഈസ രണ്ടാമത് തിരിച്ച് ന്യായവിധി ശിക്ഷ നടത്താനായിട്ട് വരും എന്ന് ഖുറാനിലുണ്ട്. അതേപോലെ ബൈബിളിലും യേശു രണ്ടാമത് വരുമെന്ന് പറയുന്നുണ്ട്. ഈസാ നബിയാണ് യേശു. ഈസാ നബി എന്ന് ഇവർ പറയണ ഈസാ നബി എന്ന് പറയണതും ക്രിസ്ത്യാനികൾ യേശു എന്ന് പറയണതും ഒരാളാണ്. പക്ഷേ ഈ കുരിശിൽ തറച്ച് കൊന്നിട്ടൊന്നുമില്ല, അത് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ കഥയാണ് എന്നും പറഞ്ഞ് എന്ന ഒരു ഇതിലാണ് ഇവർ അവരെ സമ്മതിക്കാത്തത്. നമ്മുടെ ഈസാ നബീനെ ഇങ്ങനെ തറച്ച് കൊല്ലാനൊന്നും പറ്റൂല, ശരി അങ്ങനെ ചെയ്യൂല, അത് ഒരിക്കലും സാധിക്കൂല എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല, കൊന്നു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പോയി എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ പിന്നെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. പലർക്കും പറഞ്ഞുകൂടാ, എനിക്ക് ദൈവം പറഞ്ഞെന്ന കാര്യം പറഞ്ഞുതരാം. ഇത് ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മുസ്ലിം ഭാഷയിൽ പറഞ്ഞ റൂഹ്, അതായത് ആത്മാവ്. ഈ ആത്മാവ് തന്നെയാണ് രണ്ടാമത് വരും എന്ന് പറയുന്നത്. ഇതേ ആത്മാവ് തന്നെയാണ് കൃഷ്ണനായിട്ട് അന്ന് ഉണ്ടായിരുന്നതും കൽക്കിയായിട്ട് ഇനി വരാൻ പോകുന്നതും ഇതേ ആത്മാവാണ്. ഒരേ ആത്മാവാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ആത്മാവാണ്. ഇവർ വന്നിട്ട് ശരിക്കും മനുഷ്യരായിട്ടാണ് ഇവർ മൂന്നുപേരും പറഞ്ഞത്. പക്ഷേ ഈ മൂന്ന് പേരും ഒരാളാണ്. മൂന്ന് മതക്കാർ മൂന്ന് പേരിട്ട് പറയുന്നേ ഉള്ളൂ. ഇത് ഒരേ ആത്മാവാണ് ഈ വരുന്നത്. അത് വന്നിരിക്കും. അത് തിന്മയുടെ ഒരു ലെവൽ എത്തുമ്പോൾ വന്നിട്ട് ഒരു സൈഡിൽ തനിക്ക് വേണ്ട ആ ശരിക്കും ഒരു കൂട്ടം ആൾക്കാരെ അതിവിശുദ്ധരാക്കി മാറ്റി അവരെ കൂടെ നിന്നുകൊണ്ട് മറുഭാഗത്ത് തിന്മേനെ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ആത്മാവ് വരും. ആ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. അത് ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ യേശു രണ്ടാമത് തിരിച്ചു വരും എന്ന് അതേ രൂപത്തിലും അല്ലെങ്കിൽ അങ്ങനെ വരും എന്നൊക്കെയാണ് പല ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് മനുഷ്യപുത്രൻ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ വരും എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ബൈബിൾ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ആ വ്യക്തികൾ എഴുതിയോണ്ടാണോ? അത് ഇവര് 70 എത്ര ആൾക്കാരെ ഇരുത്തിയാണ് ആദിമ സഭ എഴുതിയത്. പക്ഷേ എഴുതിയെന്ന് വെച്ചാൽ ഒരുപാട് ചുരുളുകൾ പണ്ടുള്ള പ്രവാചകർ എഴുതിയതും യേശുവിൻ്റെ ശിഷ്യന്മാർ എഴുതിയതുമായിട്ടുള്ള പൗലോസ് എഴുതിയ ലേഖനങ്ങളായിട്ട് അങ്ങനെ കുറേ ചുരുളുകൾ അവർക്ക് കിട്ടി. ഇതിൽ ആ കാലഘട്ടത്തുണ്ടായിരുന്ന ചക്രവർത്തി അവരുടെ ആൾക്കാരും ഒക്കെ ചേർന്ന് ഇതിനൊക്കെ കത്തിച്ച് കളയും നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നശിച്ചു പോയി. അതിൽ നിന്ന് കുറച്ചെടുത്താണ് ശരിക്കും ബൈബിൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതും അന്നുണ്ടായിരുന്ന അവർക്ക് ഇത് മതി എന്ന് ബോധിച്ചത് എല്ലാവരും കൂടെ തീരുമാനിച്ച് വെച്ചതാണ് ബൈബിൾ. ശരിക്കും ഇനി അനേക ഗ്രന്ഥങ്ങളുണ്ട്. അതെല്ലാം അവിടെ ഇറ്റലിയിൽ അവിടുത്തെ മാർപ്പാപ്പേർ അവിടെ ഉണ്ട് എന്നാണ് പറയണത്. അത് രഹസ്യത്തിൽ വെച്ചേക്കാണ്. യഥാർത്ഥമായിട്ടുള്ള ബൈബിൾ ബൈബിൾ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇവരെല്ലാം അവരുടെ ഇഷ്ടത്തിന് കോർത്തിണക്കി ഒന്നിച്ചാക്കി വെച്ചിരിക്കുന്ന 62 പുസ്തകമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. അതിൽ അവരുടെ ഇഷ്ടത്തിന് ഉൾക്കൊള്ളിച്ചത് മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കി പലതും ഉൾക്കൊള്ളിക്കാത്തത് ഇപ്പോഴും വെളിയിൽ നിൽപ്പുണ്ട്. ആ എഴുതിയ എഴുത്ത് വരെ യേശുവിന് ശേഷം ശിഷ്യന്മാർ അവർ കണ്ട അനുഭവം വെച്ചിട്ടും യേശു പറഞ്ഞത് വെച്ചിട്ടും അവർ എഴുതിയതാണ്. അപ്പം ഞാനിപ്പോൾ താങ്കളോട് പല കാര്യങ്ങളും എൻ്റെ അനുഭവമൊക്കെ പറഞ്ഞിട്ട് ഒരു 10-15 വർഷം കഴിഞ്ഞ ശേഷം എഴുതിയാൽ എങ്ങനെ ഇരിക്കും? എല്ലാം അതേപോലെ വരുമോ? എല്ലാം അതുപോലെ. അതേപോലെ ഏതാണ്ട് കറക്റ്റാണ്. പക്ഷേ ഈ പൂർണ്ണമായിട്ടും അത് അതേപടി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ കഥയും ആ കാര്യങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് വിശ്വസിക്കാം. ഈ പെന്തക്കോസ്ത് സഭയിലുള്ള ബൈബിള് വ്യത്യസ്തമാണോ? ഇല്ല, അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ വ്യത്യാസങ്ങൾ. 1-2 ബുക്കുകൾ കത്തോലിക്ക അവരുടെ 1-2 ബുക്കുകൾ കൂടെ എക്സ്ട്രാ ഉണ്ട്. പെന്തക്കോസ്തുകാർ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അങ്ങനെ അവരത് സ്വീകരിച്ചിട്ടില്ല. അവർക്ക് പ്രത്യേക ഒരു ബൈബിളാണ്. അല്ല, അത് വേറെ ചില ആൾക്കാരുടെ പിന്നീട് വന്ന ചില പ്രവാചകർ അങ്ങനെയുള്ളവരുടെ ചില കഥ എന്ന രീതിയിൽ അവർ അങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. എങ്ങനെയാണ് ഈ ബെന്തക്കോസ്ത് സഭ ഉണ്ടായത്? അല്ലെങ്കിൽ ബെന്തക്കോസ്ത് വിശ്വാസം വരുന്നത് ഈ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമേ 50-ാം നാൾ എന്നാണ്. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം
50-ാമത്തെ നാൾ എനിക്ക് പകരക്കാരനായിട്ട് ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്നുള്ളൊരു ശക്തിയെ നിങ്ങളിലേക്ക് പകരും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. 50 നാൾ വരുമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പോയതിന് ശേഷം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ കൊന്നതിന് ശേഷം ശിഷ്യന്മാരെല്ലാം കൂടെ പേടിച്ച് പട്ടാളക്കാരെയൊക്കെ ഭയന്ന് ഓരോ മുറിയിൽ അവിടെയൊക്കെ ഒളിച്ചൊളിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരിടത്ത് ഇങ്ങനെ കൂടിയിരുന്ന് പേടിച്ചിരുന്ന സമയത്ത് 50 ദിവസം കഴിഞ്ഞ സമയത്താണ് ഈ ഒരു ശക്തി ഇവരിൽ മേലേക്ക് ഇറങ്ങി. ഇവരെല്ലാവരും കിടന്ന് ചാടാനും തുള്ളാനും അമാനുഷികമായ ഒരു വിൽപ്പർ വരാൻ തുടങ്ങി. കൊല്ലണേയും കൊല്ലട്ടെന്ന് പറഞ്ഞവരെല്ലാം ചാടി വെളിയിലേക്ക് ഇറങ്ങി ഭയങ്കരമായി പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് വലിയ അത്ഭുതങ്ങൾ നടന്നവിടെ. ഇതാണ് 50-ാം നാളാണ് ഈ പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഞങ്ങളിലുണ്ട് അല്ല ഇറങ്ങി എന്നതിൻ്റെ ഇതായിട്ടാണ് പെന്തക്കോസ്ത് വിശ്വാസം എന്നുള്ള സാധനം വിശ്വാസം പറയണത്. പെന്തക്കോസ്ത് വെച്ചാൽ 50-ാം നാളിലെ വിശ്വാസം, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഉള്ളവരും ഇല്ലാത്തവരെല്ലാം മൊത്തത്തിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ എല്ലാം ബിസിനസ് ആണല്ലോ, ഇപ്പോൾ ഹൈന്ദവാണെങ്കിലും മുസ്ലിമാണെങ്കിലും എല്ലാം കച്ചവടമാണ്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ മൊത്തം കച്ചവടമായി. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഇപ്പം പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച വ്യക്തികളാണ് ഈ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയിലുള്ള അച്ഛനും ഇവർക്കൊന്നും അഭിഷേകം വന്നിട്ടില്ല, അങ്ങനെ ഒരു സാധനമൊന്നുമില്ല എന്നൊക്കെയാണ് അവരുടെ പല പഠിപ്പീരും. പക്ഷേ ഈ പെന്തക്കോസ്തുകാർ ഇത് ഈ ബൈബിളിൽ പറയുന്ന സാധനം വന്നിട്ടുണ്ടെന്നും ഞങ്ങളിലുണ്ടെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്. അത് എനർജിയാണ്. കാരണം ഇപ്പോൾ ഹൈന്ദവത്തിൽ തന്നെ ഇപ്പോൾ മുരുകൻ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു എനർജി കയറിയിട്ടാണല്ലോ അവർ തീ കൂടെ കയറി നടക്കുകയും കാവടിയൊക്കെ എടുക്കുന്നത്, അതൊരു എനർജി. അതുപോലെ യേശുവിൻ്റെ ഒരു എനർജിയാണ് ഈ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ എനർജീസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇത് ആര് വിശ്വസിച്ച് ഏതിൽ പോകുമോ അവർക്ക് ആ എനർജി കിട്ടും. നമ്മുടെ വിശ്വാസം ഇങ്ങോട്ടെങ്കിൽ അതിനുള്ള എനർജി വരും. അപ്പോൾ ഏകദേശം ഇതെല്ലാ എനർജി ഒന്ന് തന്നെയാണ്, ഒന്നല്ല, പല പല എനർജിയാണ്. എനർജീസ് അനേക സ്വഭാവത്തിൽ നമ്മൾ പറയുന്നപ്പം യേശുവും ഞാൻ പറയും യേശു ആ വരുന്ന എനർജി ഒന്നാണ്. യേശു എന്ന് പറയുന്ന ആളുടെ എനർജിയും ഈ ഈസാ നബി എന്നവർ വിശ്വസിക്കുന്ന ആളുടെ എനർജിയും ഈ കൽക്കിയുടെ എനർജിയും ഒരേ എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം വ്യത്യസ്ത മതക്കാരാണെങ്കിലും ആൾക്കാരുണ്ടാക്കി ദൈവം നോക്കുന്നത് ഭൂമിയിൽ ഇന്ന സമയത്ത് ഇന്ന ആള്, ഇന്ന സമയത്ത് ഈ ആള് ഭൂമിയിൽ വരണം, ഇന്ന സമയത്ത് ഇയാൾ എവിടെയെങ്കിലും വന്നാലേ പറ്റൂ. ഇപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരാൾ വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരിടത്ത് കാലം നീ നിൽക്കണ്ടേ? അപ്പം നിൽക്കുമ്പം അവൻ ഈ നാട്ടുകാരനായിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ പറയാൻ പറ്റും. ദൈവം അതല്ല നോക്കണം, ഇന്ന മതം അങ്ങനെയല്ല നോക്കണത്. മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ഒരു മനുഷ്യനെ ഞാൻ അയക്കും, അവനിൽ എൻ്റെ ഒരു ശക്തി പകരും, എൻ്റെ ആത്മാവിന് പകരും, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ദശാവതാരങ്ങൾ എന്ന് പറയുന്നത് ദശാവതാരം എന്ന് പറയുന്നത് ഈ ഓരോ കാലഘട്ടത്തും ദൈവത്തിൻ്റെ ആ അംശത്തിൽ ആ സമയത്ത് വന്ന ആ ഓരോ ഇതാണ് ദശാവതാരം. കാരണം മനുഷ്യരെ സൃഷ്ടിയും മനുഷ്യൻ്റെ ആ ഒരു രീതി വന്നത് ഇത്ര നാൾക്ക് ശേഷമാണ്. അതിന് മുമ്പും ആത്മാക്കളായിട്ട് പരീക്ഷിക്കുകയും ആത്മാക്കളെ തിരഞ്ഞെടുക്കുകയും അതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പല ജീവജാലങ്ങളിലാണ്. അപ്പോൾ ജീവജാലങ്ങളുള്ള സമയത്തും ഈ ആത്മാവ് ആ ജീവജാലങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നീടാണ് മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവിയെ ദൈവം ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയതിന് ശേഷം ആ ജീവിയുടെ രൂപത്തിൽ ചില ദൈവത്തിൻ്റെ ശക്തി ആ രീതിയിൽ ആ കാലഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അന്നത്തെ കാലത്തും ദൈവം വന്നിട്ടുണ്ട്, ഈ ശക്തി വന്നിട്ടുണ്ട്. ഇപ്പം മനുഷ്യരുള്ള സമയത്തും ഈ ശക്തി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ പറയുന്ന അന്ത്യക്രിസ്തു, ഈ കലിയുഗം, കലി ഇതൊക്കെ വരാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ അന്ത്യക്രിസ്തു എന്ന് പറയുന്നതിന് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അന്ത്യക്രിസ്തു ഇപ്പോഴേ വന്ന് ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് പൗലോസ് പറയുന്നുണ്ട് ബൈബിളിൽ. അതിനർത്ഥം ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ക്രൈസ്റ്റിൻ്റെ എതിർ സാധനം, ക്രൈസ്റ്റിന്റെ ഓപ്പോസിറ്റ് സാത്താനും എന്ന് പറയാനും പറ്റില്ല. കാരണം സാത്താൻ എന്നുള്ള സാധനം വേറെ, ആ സാത്താനിൽ നിന്നുള്ള വേറൊരു ശക്തിയാണ്. അത് ബൈബിളിൽ തന്നെ പല പല ശക്തികൾ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ശക്തികളെ കുറിച്ച് പലത് പറയുന്നുണ്ട്. സ്ത്രീ ശക്തിയായിട്ട് പറഞ്ഞുണ്ട്, പിന്നെ ഒരു പുലി രൂപത്തിൽ പറഞ്ഞുണ്ട്, അങ്ങനെ പലത് പറഞ്ഞുണ്ട്. ഇതിലെ ഒരു നെഗറ്റീവ് ശക്തിയാണ് ഈ ആന്റി ക്രൈസ്റ്റ്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട്, ഈ ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളും മെയിൻ പെന്തക്കോസ്തുകാർ ഇതൊക്കെ ഹിന്ദുക്കളാണ് ആന്റി ക്രൈസ്റ്റ്, മുസ്ലിങ്ങളാണ് ആന്റി ക്രൈസ്റ്റ് എന്ന രീതിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും ആന്റി ക്രൈസ്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് സംസാരിക്കുന്ന ദൈവം പറഞ്ഞെന്ന് വെച്ചാൽ, യേശു എന്ന വ്യാജേനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് യേശു ശക്തി, ഇതാണ് ആന്റി ക്രൈസ്റ്റ്. ഇത് ക്രിസ്ത്യാനിയുടെ ഇടയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ആന്റി ക്രൈസ്റ്റ് ഒരിക്കലും ഹിന്ദുക്കളുടെ പ്രവർത്തിക്കില്ല. ആന്റി ക്രൈസ്റ്റ് ക്രിസ്ത്യാനികളുടെ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മളിപ്പം വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇന്ത്യ ഒരു 500 നോട്ട് ഇറക്കിയ പാകിസ്ഥാൻ അല്ലെങ്കിൽ വേറെ ചൈനക്കാരെങ്കിലും 500 ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുമെന്ന് പറയുമല്ലോ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതേപോലെ ക്രിസ്ത്യാനികളെ തെറ്റിക്കാനായിട്ട് ഉള്ള ഒരു ശക്തിയാണ് ഈ ആന്റി ക്രൈസ്റ്റ്. ഇത് ബൈബിളിലെ വചനങ്ങളെല്ലാം പറയും, യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയും, അത്ഭുതങ്ങൾ നടത്തും, വീര്യ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇവർ ചെയ്യുന്ന ഈ വ്യക്തികളൊന്നും യേശു ജീവിച്ചതുപോലെ ജീവിക്കില്ല, യേശു പറഞ്ഞതുപോലെയും ജീവിക്കില്ല. എന്നാൽ യേശുവിൻ്റെ പേരിൽ അത്ഭുതം ചെയ്യും, യേശുവിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കും, യേശു എന്ന് പറഞ്ഞ് അലറി വിളിച്ച് ഭയങ്കരമായി തീഷ്ണത നിൽക്കും. പക്ഷെ അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ മദ്യപാനികളായിരിക്കും, പരസ്ത്രീ ബന്ധം കാണും, അമിതമായി നാളത്തേക്ക് വേണ്ടി സ്വത്ത് കള്ളത്തിൽ ഉണ്ടാക്കുന്നവരായിരിക്കും.
ആൾക്കാർ എങ്ങനെയെങ്കിലും പരിച്ച് 4 കാശുണ്ടാക്കണമായിരിക്കും. ഇങ്ങനെ സകലമാന വൃത്തികളിൽ ഇവന്മാർ ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം യേശുവാണ് എന്നിൽ നിന്ന് ചെയ്യിക്കുന്ന രീതിയിൽ അവർ തെറ്റിദ്ധരിച്ച് ഇതിൻ്റെയൊക്കെ പുറകെ പോവുകയും ചെയ്യും. ജനങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ട് തെറ്റിദ്ധരിച്ച് അതിൻ്റെ പുറകെ പോകും. ഇങ്ങനെ യേശുവിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ്. ഇത് പറഞ്ഞപ്പോഴും ബിൻ ലാദൻ ഉൾപ്പെടെ ഉള്ള തീവ്രവാദികൾ അവർ പറയുന്നത് ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആരും ഈ ഭൂമിയിൽ വേണ്ട, ഒന്നുകിൽ ഇസ്ലാമിൽ അടിമപ്പെട്ട് ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താ മരണം പോവുക എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഇവിടുന്ന് ആട് മേയ്ക്കാനൊക്കെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്, പലരെയും മതം മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവരും വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ, ആ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടല്ലേ അവർ ഇതെല്ലാം ചെയ്യുന്നത്. ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പ്രത്യേക നബിയുടെ അടുത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ, അന്യ ജാതിക്കാരെ വിഗ്രഹങ്ങൾ ആരാധിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നിങ്ങൾ അവരെ ഒരു ദ്രോഹവും ചെയ്യരുത്. പക്ഷെ നിങ്ങൾ ആക്രമിക്കാനായിട്ട് അവർ നിങ്ങളുടെ അടുത്ത് വരികയോ നിങ്ങളുടെ കുടുംബങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ എല്ലാം ചെയ്താൽ പ്രതികരിച്ച് നിൽക്കാനായിട്ട് തിരിച്ചടിക്കണം. അതിനാണ് യുദ്ധം എന്ന് പറയുന്നത്. ഇതിനപ്പുറം നമ്മൾ വിഗ്രഹം ആരാധിക്കുകയും അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഒന്നും ചെയ്യരുതെന്നാണ് ഖുർആനിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് അള്ളാഹുവിനെ പറഞ്ഞുണ്ട്, അവരുടെ കാലശേഷം ഈ ആത്മാക്കളെല്ലാം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ തന്നെ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊള്ളാം, നിങ്ങൾ കയറി ഒന്നും ചെയ്യാൻ പോകരുത് എന്നാണ് ഖുർആനിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ തീവ്രവാദം? ഇതൊക്കെ നല്ല സംസാരം. ശരി, വേറൊരു വശത്ത് പറഞ്ഞേക്കെന്ന് വെച്ചാൽ, അന്ന് വന്ന യേശു രണ്ടാമത് തിരിച്ചു വരും. എന്തിന്? ഈ ലോകത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രീതിയിൽ നിൽക്കുന്ന പലരെയും ന്യായം വിധിക്കാനും ശിക്ഷിക്കാനും വരും. ശിക്ഷ ആർക്കെന്നും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതായത് യേശു ഒരിക്കൽ വന്ന് ജനങ്ങളെയൊക്കെ നന്നാക്കാൻ വേണ്ടി പലതും കാര്യങ്ങൾ പറഞ്ഞു, ഒരു പ്രവാചകനായിട്ട് വന്ന് സംസാരിച്ച് എല്ലാം ചെയ്ത് യേശു പോയതിന് ശേഷം എന്താണോ യേശു പറഞ്ഞത് അതിന് വിരുദ്ധമായി യേശുവിനെ കൊല്ലാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തടി കുരിശും ആരാധിച്ച് കണ്ട പ്രതിമകളെയും ആരാധിച്ച് മനുഷ്യരെ തെറ്റിക്കുന്ന ഈ കൂട്ടരെ നശിപ്പിച്ച് കളയും. അതിന് യേശു തന്നെ തിരിച്ചു വരും എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ യേശു തിരിച്ചു വരുമ്പോൾ യേശു ഒറ്റയ്ക്കല്ലേ? അപ്പം കൂടെ ഇതാ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് പണ്ട കാലത്ത് തുടങ്ങി വെച്ചതാണ് ഈ തീവ്രവാദ ഗ്രൂപ്പ്. അതായത് യേശുവിനെ കാത്ത് പല ഗ്രൂപ്പുകൾ യേശുവിനെ കാത്ത് ഇപ്പോഴും ആ ഗ്രൂപ്പ് തലമുറയായിട്ട് കാത്തിരിക്കുന്നു. അവർ യേശുവിൻ്റെ പോരാളികളാണ്. ഈസാ നബിക്ക് വേണ്ടി ഈ യുദ്ധം ചെയ്യുന്ന, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന ആ യുദ്ധം ചെയ്യുന്ന പോരാളികളായിട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നിഷ്കളങ്കമായ മനസ്സ് അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ പേരും അല്ലെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ഭൂമിയിൽ തോന്നിവാസങ്ങൾ കാണിക്കുകയും അവരുടെ ഈസ എന്ന പ്രവാചകനെ തെറ്റായ രീതിയിൽ ആരാധിച്ച് ഇത്രയും നശിപ്പിച്ചിട്ടിരിക്കുന്ന ഈ സമൂഹത്തെ നമ്മൾ നശിപ്പിച്ച് കാണിച്ചു തരാം അള്ളാഹുവേ എന്നും പറഞ്ഞാണ് അവർ ഇവർക്കെതിരെ പോരാടുന്നത്.